ഒരേ സമയം നിരവധി കുട്ടികൾ ഫ്ലൂ ബാധിച്ച് കിടപ്പിലാകുന്ന സാഹചര്യം വന്നതോടെ സ്കൂളുകൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. കോവിഡ് കാലത്തേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് എന്ന് സ്കൂൾ ജീവനക്കാരും പറയുന്നു. വർദ്ധിച്ചു വരുന്ന ഫ്ലൂ വ്യാപനം അത്യന്തം ഭീതിജനകമാണെന്ന് യുകെയിലെ ഹെഡ് ടീച്ചർമാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പല സ്കൂളുകളിലും രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സ്കൂൾ അസംബ്ലികൾ ഒഴിവാക്കുന്നു. ഒരുതരം സൂപ്പർ ഫ്ലൂ ആണ് വ്യാപകമാകുന്നത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ലണ്ടനിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളോട് പഴയ കോവിഡ് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഫേസ് മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു ആഡംബര കപ്പലിലെ 100ഓളം യാത്രക്കാർക്ക് നോറോ വൈറസ് ബാധയുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റോയൽ സ്റ്റോക്ക് ആശുപത്രിയിലും സ്റ്റഫോർഡ് കൗണ്ടി ആശുപത്രിയിലും തിരക്കേറിയതോടെ അവിടെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം നോർത്ത് മിഡ്ലാൻഡ്സ് NHS ട്രസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജീവ അപായമുണ്ടാകുന്ന തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യങ്ങൾ ഉള്ളവർ മാത്രമേ A&E വിഭാഗം ഉപയോഗിക്കാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ NHS ഷെയർഷർ ആൻഡ് അരൺ രോഗികളുടെ സാധാരണ സന്ദർശനങ്ങൾ നിർത്തിവെച്ചു. അവരുടെ കീഴിലുള്ള ഒരു ആശുപത്രികളിലും സാധാരണ സന്ദർശനം അനുവദിക്കുന്നില്ല. മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധം വലിയൊരു ഫ്ലൂ തരംഗം ലണ്ടനെ ഗ്രസിച്ചിരിക്കുകയാണെന്ന് NHS അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനോടകം തന്നെ രോഗം ബാധിച്ചവരുടെ എണ്ണം റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നിട്ടും രോഗവ്യാപനത്തിന്റെ മൂർധന്യം ഇനിയും എത്തിയിട്ടില്ല എന്നും അവർ പറയുന്നു. അതായത് കാത്തിരിക്കുന്നത് അതീവ ഭീതിതമായ ഒരു സാഹചര്യമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഫ്ലൂ ബാധ അതീവ ഗുരുതരമായി ബാധിച്ച സ്കൂളുകളിൽ ഒന്ന് തെക്കൻ വെയിൽസിലെ കെയർഫില്ലിയിലുള്ള സെയിന്റ് മാർട്ടിൻസ് സ്കൂളാണ്. ഇവിടത്തെ വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ 250 പേരോളം രോഗബാധിതരായതോടെ സ്കൂൾ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. സ്കൂൾ അടപടലം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഛർദി, വയറിളക്കം, ശരീരോഷ്മാവ് ഉയരുക, ചുമ, തലവേദന, തളർച്ച എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗം ബാധിച്ചാൽ അതിൽ നിന്നും മുക്തി നേടാൻ ശരാശരി 7 ദിവസമെടുക്കും. അതേസമയം ബ്രാം കൊടുങ്കാറ്റ് വിമാന സർവീസുകൾ വരെ റദ്ദാക്കിയിരിക്കുന്ന അവസ്ഥയിലാണ്. ബ്രാം കൊടുങ്കാറ്റിനെ തുടർന്ന് നോർത്തേൺ അയർലൻഡിൽ നിന്നുള്ള പല വിമാന സർവീസുകളും റദ്ദാക്കി കഴിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ബ്രാം കൊടുങ്കാറ്റ് അനുഭവവേദ്യമാകുന്നുവെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചത്. അറ്റ്ലാന്റിക്കിൽ ഉത്ഭവിച്ച ഈ ന്യൂനമർദ്ദം വടക്കോട്ട് നീങ്ങി ഇന്ന് പലയിടങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് വഴിയൊരുക്കും. ഇന്ന് രാവിലെ മുതൽ കാറ്റിന്റെ വേഗത വർദ്ധിച്ച് മണിക്കൂറിൽ 50 മൈൽ വേഗത വരെ കൈവരിക്കും. ഉച്ചയോടെ ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കും. ഇന്ന് ബ്രിട്ടീഷ് സമയം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നോർത്തേൺ അയർലൻഡിൽ മെറ്റ് ഓഫീസ് ഒരു യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപകമായി തന്നെ മണിക്കൂറിൽ 50 മുതൽ 60 മൈൽ വേഗതയിൽ വരെയുള്ള കാറ്റ് ആഞ്ഞടിക്കും എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ കാറ്റ് മണിക്കൂറിൽ 70 മൈൽ വരെ വേഗത കൈവരിക്കാനും സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ അയർലൻഡിനോട് സമീപത്തു കൂടിയാണ് ഈ ന്യൂനമർദ്ദം കടന്നു പോകുന്നതെങ്കിൽ കാറ്റിന് കൂടുതൽ വേഗത കൈവരിക്കാനും ഇടയുണ്ടെന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു.